മോളൂട്ടി വയറ് നിറച്ച് കഴിക്കണം കേട്ടോ. ദേ ഓറഞ്ച് കഴിച്ച ശേഷം ആപ്പിളും മാതളവും ഒക്കെ കഴിക്കണം, എന്നാലേ മിടിക്കാവൂ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുറവും ദിയമ്മൾക്കുണ്ടാകാറില്ല. അവൾക്ക് ഭക്ഷണവും സ്നേഹവും ഒക്കെ ഞങ്ങള് വാരിക്കോരിയാ കൊടുക്കുന്നത്. ദേ മോള് കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് എന്തും. അല്ല, ഇതൊക്കെ വക്കീലിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സുഷമേ, കുട്ടിയുടെ കണ്ണിലൊരു ഭയം കാണുന്നുണ്ടല്ലോ. അല്ല, എന്തിനും എപ്പോഴും എവിടെയും ലോ പോയിന്റ് നേടുന്ന വക്കീലിന്റെ തോന്നലായിരിക്കുമല്ലേ? അതെ, വക്കീലിന്റെ വെറും തോന്നൽ മാത്രം. മോൾക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല വക്കീലെ. നല്ല കാര്യം. രാഗി, എന്നെ വിളിച്ചു വരുത്തി എന്തിനാ? വക്കീലെ, രാജീവേട്ടൻ എഴുതിയ മറ്റൊരു വിൽപത്രം ഉണ്ടല്ലോ, അടച്ച ബില്ല്. അതിലെ വ്യവസ്ഥകൾ എന്താണെന്ന് അറിയണം, അതിനാ വിളിപ്പിച്ചത്. ആദ്യത്തെ വിൽപത്രത്തിൽ ചെലവിന് നിയന്ത്രണം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആകെ വലഞ്ഞിരിക്കുക. ഇനി അടച്ച വിൽപത്രത്തിൽ ഞങ്ങൾക്ക് പാരയാവുന്ന എന്തെങ്കിലും വകുപ്പുണ്ടോയെന്ന് അറിയാൻ ഒരു വല്ലാത്ത തിടുക്കത്തില്ല. അടച്ച വിൽപത്രം അതൊന്ന് തുറന്നു വായിക്കണം. വെറുതെ വേണ്ട, അതിന് നല്ലൊരു തുക നിങ്ങൾക്ക് കൈമടക്ക് തന്നേക്കാം. അങ്ങനെ കൈമടക്കൊണ്ട് ആരെയും വീഴ്ത്താമെന്ന് ധരിക്കരുതേ സാഗറെ. എനിക്ക് എന്റേതായ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. രാജീവ് സാറ് പറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ ആ വിൽപത്രം തുറക്കാനാവൂ. സോറി, എനിക്കല്പം തിരക്കുണ്ട്. നാശം. രാജീവ് ജീവിച്ചിരുന്നാലും പാര, ചത്തും മലച്ചാലും പാര. നമ്മളെ മോഹിപ്പിച്ച് വട്ടപൂജയാക്കായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്താടി നോക്കിയിരിക്കുന്നേ? എഴുന്നേറ്റ് പൊടി. ഇങ്ങോട്ടാ. ക്ഷമിക്കണം രാഗി, രാജീവിന്റെ വിൽപത്ര വ്യവസ്ഥകൾ മൂലം നീയും തീ തിന്നോണ്ടിരിക്കല്ലേ. ആ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ചത്ത മോള് നിൽക്കുന്നവരെ വല്ലാതങ്ങ് പഴിക്കണ്ട. എന്താ ഇതൊക്കെ? വിക്രം സാറ് ഇതൊക്കെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അതിന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവിടെ എത്തിക്കാൻ പറഞ്ഞു, ഞങ്ങൾ എത്തിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഏതായാലും ഇത് കൊള്ളാം. ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള തുണിത്തരങ്ങളുണ്ട്. സതീശ്വര, എന്റെ കയ്യിലൊന്ന് നുള്ളിക്കേ. ഈ കാണുന്നൊക്കെ സത്യം എനിക്ക് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനോ? ആരാ മോളെ? വിക്രം. എടുത്തോ? എടുത്തു എടുത്തു എടുത്തു. ഹലോ. ഹലോ വർഷ, ഞാൻ കുറച്ച് ഡ്രസ്സുകൾ ഓർണമെന്റ്സ് കൊടുത്തയച്ചിരുന്നു. ഇഷ്ടപ്പെട്ടോ? കല്യാണത്തിന് ആവശ്യമായ ഡ്രസ്സുകളൊക്കെ എടുത്തതല്ലേ, പിന്നെന്തിനാ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ വീണ്ടും കൊടുത്തയച്ചത്? അത് വേണ്ടായിരുന്നു. എന്താ വർഷ ഇങ്ങനെ? വിവാഹം പോലുള്ള മംഗളകാര്യങ്ങള് ജീവിതത്തിൽ ഒരിക്കലും മാത്രം സംഭവിക്കുന്നില്ലേ?
അതിന് എല്ലാവരുടെ അനുഗ്രഹവും സന്തോഷവും ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ. കുടുംബത്തിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീതിച്ചു കൊടുത്തേക്ക്. ഞാനല്പം തിരക്കില്ല, പിന്നെ വിളിക്കാട്ടോ. ശരി. ശരി. നിന്റെ ഫോണിൽ അടുപ്പിച്ചടുപ്പിച്ച് മെസ്സേജിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. മെസ്സേജ് എന്താണെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വേറൊന്നും കൊണ്ടുമല്ല, യൂണിവേഴ്സിറ്റിയുടെ അറിയിപ്പൊക്കെ മെസ്സേജ് ആയിട്ടല്ലേ വരുന്നേ. ഇനിയിപ്പോ അതല്ല, വല്ല പരസ്യ കമ്പനിയുടെ മെസ്സേജ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണം. പഠിക്കുന്നതിന് തടസ്സമാവില്ലേ? ആ നോക്ക്. ചായ മോനെ, ചായ. ചായ പോലും കുടിക്കാതെയാണല്ലോ അവൻ പോയത്. ഇത്തവണ കോളേജിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, അവന്റെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റം വന്നതുപോലെ. ഏയ്, അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം അശോകേട്ടന്റെ വെറും തോന്നലുകളാ. എങ്ങനെയാവട്ടെ, സാധാരണ മക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായ ആദ്യം അമ്മമാരാ അത് കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോ ഞാനാണത് കണ്ടെത്തിയത്. എന്തായാലും ശ്യാമിന്റെ കാര്യത്തിൽ എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ആൺമക്കളുടെ മാറ്റേ ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അച്ഛന്മാർക്കായിരിക്കും. ചിലപ്പോ എന്റെ തോന്നലുകൾ തെറ്റായിരിക്കാം. എന്തായാലും നീയും കൂടി അവന്റെ കാര്യത്തിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധ വെക്കണം. കൂട്ടുകാരിയുടെ വിവാഹം ഉറപ്പിച്ച കൂട്ടുകാരൻ അവളെ ഭ്രഷ്ട് കൽപ്പിച്ച് ഒഴിവാക്കുവോ? വലിയ കുടുംബക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരിക്കും. ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് വല്ലാതെ കൊതിച്ചുപോയി. വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വേണ്ടി ആചാരത്തിന്റെ കെട്ടുപാടുകളൊന്നും പൊളിക്കണ്ട. മറക്കാം. സോറി, മറക്കാൻ ശ്രമിക്കാം. മോനെ, എന്താ മോനെ, എന്തു പറ്റി മോനെ? എന്താണെങ്കിലും അച്ഛനോട് തുറന്നു പറയട മോനെ. അയ്യോ, ഞാനത് പറയാൻ മറന്നു. എന്ത്? ഇവനെ കാണാൻ വന്നിരുന്ന കൂട്ടുകാരിൽ ഒരാള് ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പമായിരുന്നു. അവളുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു. കൂട്ടുകാരന്റെ സങ്കടം കേട്ടിട്ട് ഇവൻ കരഞ്ഞുപോയതാ. ഓ, അതാണോ കാര്യം? അത്രയ്ക്ക് ഇന്റിമേറ്റ് ഫ്രണ്ടാണ് അല്ലേ? അതെ. അങ്ങനെ വീട്ടുകാരെ മറന്ന് പ്രേമിച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഈ പടി ചവിട്ടാൻ ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു.
പ്രേമം എന്നുള്ളൊരു വാക്ക് കേൾക്കാനേ പാടില്ല. മക്കൾ സ്നേഹിക്കേണ്ടത് മാതാപിതാക്കളെ മാത്രമാണ്. പ്രേമം ഒന്നാം തൊട്ട ചവിട്ടി കൊല്ലണല്ല അതിന്. എന്താടാ ഇത്? ശ്രദ്ധിച്ചു വേണം ഓരോ നീക്കവും അമ്മ മുന്നറിയിപ്പ് തന്നല്ലേ. അമ്മേ, ഞാൻ വർഷം അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഒന്നും ചോദിക്കുകയോ അറിയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അവളുടെ വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അമ്മേ. പക്ഷേ അവളെ മറക്കാൻ എനിക്ക് കഴിയില്ല അമ്മേ. മരണം വരെ അവളെൻ്റെ മനസ്സിലുണ്ടാവും. ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും എല്ലാം കൂടി ലക്ഷക്കണക്കിന് രൂപയാ ചെലവാക്കിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നോ? ശരിയാ, കല്യാണത്തിന് മുമ്പ് പയ്യൻ പെണ്ണുവീട്ടുകാർക്ക് ഇത്രയും തുണികളും സ്വർണവും ഒക്കെ കൊടുക്കുന്ന ചരിത്രമേ ഞാനെങ്ങും കേട്ടിട്ടില്ല. സ്ത്രീധനമായിട്ട് പണവും സ്വർണവും കൊണ്ടുവാ എന്ന് പയ്യന്മാർ ആക്രാന്തം കാട്ടുന്ന കാലമാ ഇത്. അപ്പോഴാ പണവും സ്വർണവും കൊണ്ടുപോ എന്നും പറഞ്ഞ് ഒരു പയ്യൻ വന്നിരിക്കുന്നത്. എന്റെ അനിയത്തി മഹാഭാഗ്യവതിയാ കേട്ടോ. ആ മഹാഭാഗ്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലിച്ച് ഒപ്പം നിൽക്കുക വേണ്ടത്. അത് നീ എനിക്കിട്ടൊന്ന് കൊളുത്തിയതാണല്ലോ. അയ്യോ ചേച്ചി, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സുചിത്രേ, വേണ്ട. ഒരു ഉടക്കുണ്ടാക്കാൻ കാത്തിരിക്കുക ഈ വസന്ത. പണക്കൊതിയൻ നിന്റെ ഒരു പ്രത്യേക അറിയിപ്പ്. വരും ദിവസങ്ങളിൽ വാക്കേറ്റം, കത്തിക്കുത്ത്, കളരിപ്പയറ്റ് ഇത്തരം കലാപരിപാടികൾ ഒഴിവാക്കി സഹകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ മക്കളെ ഒരു സന്തോഷം ഇല്ലാതിരിക്കുന്നത്? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലമ്മേ. വന്ദനയുടെ വിവാഹത്തിന് കൊള്ളപ്പലിശക്കെടുത്ത കടമെല്ലാം വിക്രം വീട്ടി തീർത്തു. ഇപ്പോഴിതാ ലക്ഷങ്ങൾ മുടക്കി തുണികളും സ്വർണവും എത്തിച്ചിരിക്കുന്നു. ഈ കടങ്ങളെല്ലാം എങ്ങനെ വീട്ടി തീർക്കും? അനർഹമായി 10 പൈസ പോലും ആരിൽ നിന്നും സൗജന്യം പറ്റിയിട്ടുള്ളവനല്ല മാധവൻ. ആ അന്തസ്സിനാ ഇപ്പൊ ക്ഷതമേറ്റിരിക്കുന്നത്. അതോർക്കുമ്പോ ഒട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ലമ്മേ. കറണ്ടും പോയല്ലോ. കഷ്ടകാലത്തിന് ഇൻവെർട്ടറും കേടായി. ഒന്നാമത് കറണ്ടില്ല, അതിന്റെ കൂടി നാശത്തിന്റെ കൂർക്കം വലി. നീ കറണ്ട് പോയത് കണ്ടില്ലേ? ചൂട് കാരണം കിടക്കാൻ പറ്റുന്നില്ല. അലമാരിലെ വിശറി ഇരിപ്പുണ്ട്, എടുത്തോണ്ട് ഒന്ന് വീശി തന്നെ. എനിക്ക് കാല് വേണിക്കുന്നു മുത്തശ്ശി.
ഉറക്കം വരുന്നു. ശരീരം ആകെ വേണിക്കുന്നു. ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. ഓ, ഒരു രാജകുമാരിയല്ലേ അവള്. പള്ളിയുറക്കം. എണീച്ച് ചെന്ന് വിസിറി എടുത്ത് വീശി താടി. ഞാനൊന്ന് കിടക്കട്ടെ. ഈ വിശറിക്ക് വേദനിക്കുന്നുണ്ടോ? നന്നായിട്ടൊന്ന് വീശ്, ഉറങ്ങട്ടെ. സുഖായോ? നല്ല വേദനയുണ്ട് വന്ദനമ്മേ. ഭാരമുള്ള ജോലികൾ ചെയ്യുമ്പോ കാല് ഭയങ്കര വേദനയാ. എനിക്ക് എന്റെ ദേമോളെ ഒന്ന് കാണണം. എനിക്ക് അവളെ വേണം. ഈ കുഞ്ഞുടുപ്പ് ഞാൻ എന്റെ ദേമോൾക്ക് വാങ്ങിയതാ. ഇതെനിക്ക് അവൾക്ക് കൊടുക്കണം. എന്താ ചേച്ചി ഇത്? ദേ, ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ. ഇങ്ങനെ ഇരുന്ന് കരയുന്ന ആരെങ്കിലും കണ്ടാ? എനിക്ക് ദിയമോളെ കാണണം മനോജ്. ചേച്ചി, നടക്കാത്ത കാര്യങ്ങളാ ചേച്ചി പറയുന്നത്. നമുക്ക് ദിയമോളുടെ കാര്യത്തിൽ ഒരു അവകാശവും ഇല്ല. അങ്ങനെയല്ല, മരിക്കുന്നതിന് മുന്നേ ശ്രീവിദ്യമ്മ ദിയമോളെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അച്ഛനും അമ്മയ്ക്ക് അതിന് സാക്ഷികളാ. ത്യാഗി അപ്പ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ചേച്ചി പറയുന്നൊക്കെ ശരിയാ. ശ്രീവിദ്യമ്മ ദിയമോളെ നോക്കാൻ ചേച്ചിയെ ഏൽപ്പിച്ചത് അതിന് തെളിവുണ്ടോ? ഈ പറഞ്ഞ കാര്യത്തിന് കോടതി സാക്ഷിയാണോ? അല്ലല്ലോ. എല്ലാം പോട്ടെ, ഈ പറയുന്ന രാഖി അത് സമ്മതിച്ചു തരുമോ? ചേച്ചി, അപ്പോ ദിയമോളെ സ്വന്താക്കുന്ന കാര്യത്തിൽ നിയമത്തിന്റെ ഒരു പിൻബലവും ചേച്ചിക്കില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രേഖ കിട്ടിയാ ഈ അനിയൻ ദിയമോളെ ചേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ഇവിടെ ഞാൻ നിസ്സഹായനാ ചേച്ചി.
രാജീവ്മേനന്റെ വിധവയാണെന്ന് സമർത്ഥിക്കാൻ അയാള് കെട്ടിയ ഒരു താലി പോലും ഈ കഴുത്തിലില്ലാതെ എന്ത് നിയമയുദ്ധത്തിനാ നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടത്? എല്ലാം പോട്ടെ, ആ കുട്ടി ചേച്ചിയുടെ വയറ്റിൽ പിറന്നതല്ല, രാജീവ്മേനന്റെ ആദ്യ ഭാര്യയിൽ പിറന്നതാ. ചേച്ചി അതും കൂടി ഓർക്കണം. മനോജ്, മകളാകണമെങ്കിൽ സ്വന്തം വയറ്റിൽ പിറക്കണമെന്നില്ല. വേണ്ട, സമ്മതിക്കാം. പക്ഷേ കോടതിയിൽ ഈ സമ്മതം പോരാ, തെളിവുകൾ വേണം. വന്ദനേച്ചി സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല, കൂടപ്പിറപ്പിന്റെ കണ്ണീരൊഴിഞ്ഞ മുഖം കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് പറഞ്ഞതാ.